കോഴിക്കോടിന്റെ വിശപ്പകറ്റിയ കാതർക്ക് എന്ന് നമ്മുടെ കൂടെ ഇല്ല. ഇന്നത്തെ കാതർ കമ്മിസിന്റെ അവസ്ഥ നമുക്കൊന്ന് കണ്ടു. വാപ്പ എങ്ങനെയാണോ നടത്തി അതുപോലെ അതുപോലെ തന്നെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. എല്ലാവരും വാപ്പാന്റെ കസ്റ്റമേഴ്സ് ആണ്. ഭക്ഷണം മാത്രമല്ല മൂപ്പര് ബന്ധം, ആൾക്കാരുള്ള സംസാരം, പിന്നെ ഒരുപാട് പേർക്ക് മൂപ്പര് ഭക്ഷണം സൗജന്യമായിട്ടും കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തൊക്കെയാ സുഖം? മരിച്ചപ്പോ വരാൻ പറ്റിയിട്ടില്ല. ഞാൻ വിളിച്ചിരുന്നു. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടോ? ഫുഡൊക്കെ 10 മണിക്ക് റെഡിയാണ്. ഇന്ന് വ്യാഴാഴ്ച മത്തൻ ഓംപ്ലേറ്റിന് എന്താ റേറ്റ് വരുന്നത്? ഓംപ്ലേറ്റ് 10 രൂപ. 10 രൂപക്ക് ഓംപ്ലേറ്റ് മുതലാവോ? 10 രൂപയ്ക്ക് കുട്ടികൾ, പിന്നെ കുട്ടികൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട്. ഇത്രയും ഓംപ്ലേറ്റ് ഇങ്ങനെ പൊരിച്ചു വെക്കണ? പൊരിച്ചു വെക്കും. അല്ല പിന്നെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. 200 ഓംപ്ലേറ്റ് പൊരിച്ച് വെച്ചാല് അതേ നടക്കുള്ളൂ. പിന്നെ അങ്ങനെയാണ് കണക്ക്? അതാണ് കണക്ക്. 10-30 കൊല്ലമായിട്ട് വാപ്പാന്റെ കൂടെ ഉള്ളതാ. 30 വർഷമായിട്ട് കാതർക്കാരുടെ കൂടെ ഉണ്ട്. അയില, മാന്ത, പപ്പൻസ്, പാർട്സ്, ബീഫ്, ചിക്കൻ പൊരിച്ച് അങ്ങോട്ട് വിൽക്കുന്നതാണ് കുട്ടാന്ന് എല്ലാവരെയും കസ്റ്റമേഴ്സിനെ. കോഴിക്കോട് നഗരഹൃദയത്തിൽ നിന്ന് സ്വല്പം മാറി കുറച്ച് വളവുകളും തിരിവുകളും കഴിഞ്ഞിട്ട് വേണം കാതർക്കാന്റെ ബസ്സിലേക്ക് എത്താൻ. വർഷങ്ങളായിട്ട് കുറഞ്ഞ ചെലവിൽ നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഒരു കൊച്ചു കടയുടെ കാതർക്കാന്റെ ബസ്. 10 രൂപക്ക് ഓംപ്ലേറ്റും 20 രൂപക്ക് മീനും 30 രൂപക്ക് ഊണൊക്കെ കൊടുക്കുന്ന ഒരു കൊച്ചു കട തുടങ്ങിയ കാതർക്കപ്പം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും കാതർക്കാന്റെ മോൻ ഇത് നല്ല രീതിയിൽ നടത്തുന്നുണ്ട് കേട്ടോ. കാതർക്ക ഉള്ള സമയത്താണെങ്കിൽ കാതർക്ക പറയും നല്ലോണം കഴിച്ച് തൃപ്തിയായിട്ട് പോകണം. അതാണ് കേട്ടോ കാതർക്കാന്റെ പോളിസി. ഇപ്പോ ഉള്ളി അരിയണ്? ബിരിയാണി ആയിട്ടില്ല അപ്പം? വെള്ളിയാഴ്ചക്കുള്ള ബിരിയാണി അല്ലേ? അല്ല, വെള്ളിയാഴ്ച മാത്രമേ ബിരിയാണി ഉണ്ടാവുള്ളൂ അല്ലേ? എന്തൊക്കെയാ സുഖം? മരിച്ചപ്പോ വരാൻ പറ്റിയിട്ടില്ല. ഞാൻ വിളിച്ചിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? അങ്ങനെ പോണ്. അപ്പൊ വീട് ഇവിടെ അല്ലല്ലോ? വീട് നടുവണ്ണൂര് ഭാഗത്തല്ലേ? അതിപ്പോ എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 30 കിലോമീറ്റർ. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടോ? ഫുഡൊക്കെ 10 മണിക്ക് റെഡിയാണ്. ടേബിളിൽ 10 മണിക്ക് എത്തണം. എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഏതൊക്കെ കറികൾ ഏതൊക്കെയാണ്? കറി ഇന്ന് വ്യാഴാഴ്ച മത്തൻ, ഇത് മീൻകറി, ഇത് മോര്, ചൂടുവെള്ളം, കഞ്ഞിവെള്ളം, പിന്നെ ഒരാൾക്ക് പപ്പടം ഉണ്ടാവും അല്ലേ? ഒരു ചോറിന്റെ കൂടെ പേര് അച്ചാർ, പപ്പടം. പേര് അച്ചാർ, പപ്പടം. അവളുടെ ഇപ്പൊ ഊണിന് എത്ര രൂപ മേടിക്കുന്നത്? 30 രൂപ. 30 രൂപക്ക് ഇത്രയും ഐറ്റംസ് ഉണ്ടാവും. പിന്നെ സ്പെഷ്യൽ വേണമെങ്കിൽ ഇതിനൊത്ത് വരാം. വിജോ ഇവിടെ വന്നോക്കടാ. ഓംപ്ലേറ്റിന് എത്ര റേറ്റ്? 10 രൂപ. 10 രൂപക്ക് ഓംപ്ലേറ്റ് അല്ലേ? ഇതൊന്ന് ഓംപ്ലേറ്റിന് എന്താ റേറ്റ് വരുന്നത്? ഓംപ്ലേറ്റ് 10 രൂപ. 10 രൂപക്ക് ഓംപ്ലേറ്റ് മുതലാവോ? 10 രൂപയ്ക്ക് കുട്ടികള്, പിന്നെ കുട്ടികൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ട്. ഇത്രയും ഓംപ്ലേറ്റ് ഇങ്ങനെ പൊരിച്ചു വെക്കണ? പൊരിച്ചു വെക്കും. അല്ല പിന്നെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അല്ലേ? 200 ഓംപ്ലേറ്റ് പൊരിച്ച് വെച്ചാല് അതേ നടക്കുള്ളൂ. പിന്നെ അങ്ങനെയാണ് കണക്ക്? അതാണ് കണക്ക്. 2:30-ക്കുള്ളിൽ എന്തായാലും അത് തീരും. എന്താ വെച്ചാൽ കുട്ടികളുടെ ടൈം കഴിഞ്ഞാൽ അതുണ്ടാവില്ല. കുട്ടികളാണ് മെയിനായിട്ട് കുട്ടികളാണ് ഓംപ്ലേറ്റിന്റെ ആൾക്കാർ. പോക്കറ്റ് മണി കുറവുള്ള കുട്ടികളാണ്. പിന്നെ കുറച്ച് ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, അവരൊക്കെയാണ്. പിന്നെ ഒന്നും കഴിക്കാതെ, ചോറിന്റെ കൂടെ ഒന്നും ഇല്ലാതെ ഒരു ഇതല്ലേ കഴിക്കാനെന്ന് വിചാരിച്ചിട്ട് 10 രൂപക്ക് ഓംപ്ലേറ്റ് ഉണ്ട്. 20 രൂപയ്ക്ക് മത്തി ഉണ്ട്, പക്ഷെ ഒന്നും മത്തി കിട്ടിയിട്ടില്ല. മത്തി ഉണ്ടാവാറുണ്ട്, ഇന്ന് മത്തിയില്ല. അതൊക്കെ എന്തായിരുന്നു? ഇതെന്താണ്? ഇത് മോര് അല്ലേ? മോരൊക്കെ ഇങ്ങനെ പിന്നെ എത്ര വേണേലും കഴിക്കാം. ടേബിള് അവിടെ ഉണ്ടാവും. അവർക്ക് 4 സീറ്റും 6 സീറ്റൊക്കെ എല്ലാം അൺലിമിറ്റഡ്. ചോറായാലും കറികളായാലും. അല്ല, ഓരോ ദിവസം ഓരോ കറികളാണോ? ആണ്. വ്യാഴാഴ്ച മത്തനാ? തിങ്കളാഴ്ച മത്തൻ, ചൊവ്വാഴ്ച മിക്സ്, ബുധനാഴ്ച സാമ്പാർ, വ്യാഴാഴ്ച പിന്നെയും മത്തൻ, വെള്ളിയാഴ്ച ബിരിയാണി, ഞായറാഴ്ച അവധിയാണ്, ശനിയാഴ്ച ചോരങ്ങ. ഞായറാഴ്ച അവധിയല്ലേ കട? ഞായറാഴ്ച കട അവധി. ആഴ്ചയിൽ ഒരു ദിവസം ഉപ്പേരി. അത് വിളമ്പി വെച്ചാണ് അവിടെ. അപ്പൊ നിങ്ങൾ എത്ര മണിക്കാണ് ഈ പാചകം തുടങ്ങുക? 4 മണിക്ക്. 4 മണിക്ക് തുടങ്ങിയാലേ 10 മണിക്ക് ടേബിളിൽ ഫുഡ് എത്തുള്ളൂ. ഇത് ഏതാ കറി? മീൻ കറി.
മീൻ കറി അല്ലേ? കഷ്ണം ഉണ്ടല്ലോ. ഇതേത് കറി? മൊത്തം നമ്മളെ പച്ചക്കറി. ആ പച്ചക്കറി അല്ലേ? ഉപ്പാന്റെ പഴയ കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പോഴും വരുന്നുണ്ടോ? ഉണ്ട്, എല്ലാരും വരുന്നു, കാണാനായിട്ട് വരുന്നുണ്ട്. വരാൻ പറ്റിയില്ല, ആ സമയത്ത് വരാൻ പറ്റില്ല. സ്പെഷ്യൽ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് അയില പൊരിച്ചത്, മാന്ത. ഇന്ന് പപ്പൻസ് ആണ് കഷ്ണം മീൻ. ഈ മീനിന് 335 രൂപയാണ് വില. മത്തി ഉണ്ടാവാറുണ്ട്, ഇന്ന് മത്തിയില്ല, മത്തിക്ക് 20 രൂപയാണ് വില. പിന്നെ ചിക്കൻ പൊരിച്ചുണ്ട്, 40 രൂപയാണ് വില. ഈ സൈസ് വരുന്ന പീസാണ്. പിന്നെ ബീഫ് ഫ്രൈ 50 രൂപ. ബീഫ് ഫ്രൈ 50 രൂപ. ബീഫ് ഫ്രൈ എത്രയാണ്? 50 രൂപ. 50 രൂപ. ചിക്കൻ പാർട്സ് ഉണ്ട്, ചിക്കൻ പാർട്സ് 30 രൂപ. 30 രൂപ അല്ലേ? നേരത്തെ ആരാ അഭിപ്രായം പറയാന്ന് പറഞ്ഞേ? ഏട്ടനാണോ? ഏട്ടന്റെ പേരെന്താ? സലീം അല്ലേ? ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കലുണ്ടോ? നമ്മളെ കാതർക്കുള്ള സമയത്ത് തന്നെ 15 വർഷമായിട്ടല്ലേ? എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? വീട്ടിൽ നിന്ന് കഴിക്കുന്ന സ്റ്റൈൽ തന്നെ കഴിക്കല്ലേ? കിട്ടൂല, കഴിക്കാൻ പറ്റൂലേ? വയറിന് ഒരു കേടുമില്ല, നല്ല ഭക്ഷണം. ചോദിച്ചോ ഒരു പറഞ്ഞ നിങ്ങൾ ഇപ്പോഴത്തിന് തിരക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്റെ നെയ്മീന്റെ അഭിപ്രായം പറഞ്ഞു. മീനൊക്കെ 35 രൂപ ഉള്ളു അല്ലേ? ആ മീന് വലിയ മീൻ വെച്ചാൽ അയിലയും മാന്തയും കഷ്ണമീനും മെയിനായിട്ട് ഉണ്ടാവാം. മത്തിക്ക് 20 രൂപ. കഷ്ണമീൻ എന്തായാലും ഒരു ഐറ്റം കഷ്ണമീൻ ഉണ്ടാവും. എനിക്ക് കോലി അല്ലെങ്കിൽ പപ്പൻസ്, കേദർ അല്ലെങ്കിൽ സൂത അങ്ങനെയുള്ള മീനൊക്കെ ഉണ്ടാവും. വെള്ളിയാഴ്ച ബിരിയാണി മാത്രം. ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി, ബീഫ് ബിരിയാണി. ചിക്കൻ ഫിഷ് 70 രൂപ, ബീഫ് ബിരിയാണി 80 രൂപ. പിന്നെ ബിരിയാണി റൈസ് ഉണ്ട് 35 രൂപ. അൺലിമിറ്റഡ് റൈസ് അൺലിമിറ്റഡ്. ബിരിയാണി അല്ലേ? വെള്ളിയാഴ്ച നല്ല തിരക്കുണ്ടാവില്ല ഇവിടെ? ഒരുപാട് സ്റ്റുഡൻസും. പിന്നെ ഈ ബസ് ഡ്രൈവർമാരും കണ്ടക്ടറാ? ആ, ഇവിടുന്ന് സ്ഥിരമായിട്ട് ഇവിടുന്ന് കഴിക്കല്? എങ്ങനെയുണ്ട് കാദർഖാന്റെ ഹോട്ടലത്തെ ഭക്ഷണം? കാദർക്കുള്ള സമയത്ത് തന്നെ വരലുണ്ടോ? അങ്ങോട്ട് നിന്നോളെ. ഇത് ഏതാ മീൻ? അതാ മീനേതായത്? മീൻ ഇന്ന് പപ്പൻസ് ആണ് കഷ്ണമീൻ. പിന്നെ അയില, മാന്ത, മത്തിയൊന്നുമില്ല പറഞ്ഞു പൊരിച്ചോണ്ടിരിക്കുക അല്ലേ? ഏത് സമയത്ത് ഇവിടെ തിരക്ക് വരിക? തിരക്ക് ഒരു 12 മണി സ്റ്റാർട്ട് ചെയ്യും. 3 മണി വരെ തിരക്കായിരിക്കും. എത്ര ടൈം വരെ? 3 മണി 4 മണി? 4 മണിയാണ് നമ്മൾ ടൈം. പിന്നെ ഓൺലൈനും 4 മണി വരെ ഉണ്ട്. അതുകൊണ്ട് ഭക്ഷണം പിന്നെ 4 മണി കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ്ഡ് ടൈം ഒന്നുമില്ല. ഭക്ഷണം സാധനം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കും. പാപ്പുള്ള സമയത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് താത്താന്റെ പേരെന്താ? ഖദീജ അല്ലേ? താത്തയും ഒരുപാട് 10-30 കൊല്ലമായിട്ട് പാപ്പാന്റെ കൂടെ ഉള്ളതാണ്. 30 വർഷമായിട്ട് കാദർഖാന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ കാദർക്ക് അല്ലെങ്കിലും താത്ത ഇവിടെ ഉണ്ടല്ലോ അല്ലേ? താത്തയാണോ മീൻ പൊരിക്കലൊക്കെ? താത്ത കാലങ്ങളായിട്ട് താത്ത പൊരിക്കുന്ന ആ എക്സ്പീരിയൻസിൽ വേറൊരാള് പൊരിഞ്ഞു കിട്ടൂല. ആ സമയത്ത് ആയി കിട്ടൂല. ഈ കിച്ചണില് ഫുഡ് ഉണ്ടാക്കുന്നതല്ല, അത് കഴിഞ്ഞിട്ടുള്ള തിരക്ക് സമയത്തൊക്കെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന കിച്ചൺ താത്തന്റെ കയ്യിലായി. എല്ലാരും ഓൾറൗണ്ടർ. ഇവരൊക്കെ ഒരു 20 കൊല്ലമായിട്ടുള്ള ആൾക്കാരാണ്. ആര്? കുട്ടേട്ടനല്ലേ? പ്രവീഷേട്ടൻ എന്താ കുട്ടാന്നല്ലേ വിളിക്കല്? അങ്ങോട്ട് വിളിക്കുന്നതാണ് കുട്ടാന്ന് എല്ലാരെയും കസ്റ്റമേഴ്സിനെ. പ്രവീഷേട്ടൻ എത്ര വർഷമായി? 20 വർഷമായില്ലേ? ഇത് ഏതൊക്കെയാണ്? ഇത് അയില, ഇത് പപ്പൻസ് അല്ലേ? നമ്മുടെ നാട്ടിൽ ഇതിനെന്താ പേര് അറിയില്ല. പപ്പൻസിന്റെ നെയ്മീൻ പറയും. നെയ്മീനാണ് അല്ലേ?
ഇത് ചിക്കൻ പൊരിച്ചല്ലേ? ചിക്കൻ പൊരിച്ച്. മാന്തണ്ട് പറഞ്ഞുണ്ട്. അതാ വലിയ മാന്തേ? ആ വലിയ മാന്ത. ഇതിന് 35 രൂപ ഉള്ളു അല്ലേ? അതിന് 35 രൂപ. മീൻ പൊരിക്കൽ ഒഴിച്ച് ബാക്കിയൊക്കെ വിറകടുപ്പില്ല. വലിയ അടുപ്പാണ് നമുക്ക്. ഒറ്റ തവണയാണോ വെക്കല്? എങ്ങനെ? ഒരു പ്രാവശ്യമായിട്ടാണ് വെക്കല് അതോ? അല്ല അല്ല, 2 പ്രാവശ്യമായിട്ടാണ് ഇപ്പൊ വെക്കല്. അല്ലാതെ എത്തില്ലല്ലേ? 35 കിലോ 40 കിലോന്റെ ചെമ്പാണ്. എത്ര ചോറ് പോകും ഒരു ദിവസം? ഏകദേശം 80 കിലോ ചോറ്. ബിരിയാണി ആകുമ്പോ? ബിരിയാണി ആകുമ്പോ ഒരു 140 160 അതിന്റെ ഉള്ളിൽ. 160 കിലോ ബിരിയാണി മാത്രല്ലേ? അത് ആ ദിവസം മാത്രമേ ബിരിയാണി ഉണ്ടാവുള്ളൂ. ആ ദിവസം ആവാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ ചോറിന് വേണ്ട ആൾക്കാരുണ്ട്. രണ്ടും കൂടെ നടക്കൂല. പണ്ട് മുതലേ ഇല്ലാത്തോണ്ട് പിന്നെ വാപ്പ എങ്ങനെയാണോ നടത്തി അതുപോലെ കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. മാറ്റം വരുത്തിയ ബുദ്ധിമുട്ടാണ്. അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. ആണ് വാപ്പ. എല്ലാരും വാപ്പാന്റെ കസ്റ്റമേഴ്സ് ആണ്. ഭക്ഷണം മാത്രമല്ല ബന്ധം, ആൾക്കാരുള്ള സംസാരം. പിന്നെ ഒരുപാട് പേർക്ക് മൂപ്പര് ഭക്ഷണം സൗജന്യമായിട്ടും കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മള് വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്നിരുന്നോ? ഓ പറയാറുണ്ട്. വീഡിയോ കണ്ടിട്ട് വരുന്ന പേര് പറഞ്ഞു വരുന്ന ആൾക്കാർ. നിങ്ങളെ നാട്ടിൽ നിന്ന് മലപ്പുറത്ത് വരുന്ന ആൾക്കാർ, കോഴിക്കോടിന്റെ ആവശ്യത്തിന് വന്നാലും ഇവിടെ കയറിയിട്ട് പോകുന്നുള്ള ആൾക്കാർ. ഓംപ്ലേറ്റ് ഒക്കെ ഉള്ളിൽ തന്നെ പൊരിക്കുന്നേ? ഓംപ്ലേറ്റ് കിച്ചണിൽ ഇപ്പൊ പൊരിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഓംപ്ലേറ്റ് പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ? ഇതാണല്ലോ റേറ്റ് അല്ലേ? ഇത് എത്ര വർഷമായിട്ട് ഈ റേറ്റിന്? ഇത് 25 രൂപയായിരുന്നു ചോറിന്. അപ്പോ കഴിഞ്ഞ നോമ്പിന് ശേഷമാണ് 30 ആക്കിയത്. വേറെ ഒന്നും വില കൂട്ടിയിട്ടില്ല. വേറെ അങ്ങനെ ഇത് കറി ഏതാണ്? മാന്തള പിന്നെ മത്തൻ കറി. അത് മത്തൻ കറി. ഇത് മീൻ കറി. ഇനി അയില മാന്ത പപ്പൻസ്. ഒരു ഓംലേറ്റ് അല്ലേ? ഒരു മീനെ അതൊരു പപ്പൻസ് കൊടുത്തു. അയില ചിക്കൻ. സ്പെഷ്യൽ എന്തൊക്കെയുള്ളത്? അയില, മാന്ത, പപ്പൻസ്, പാർട്സ്, ബീഫ്, ചിക്കൻ പൊരിച്ച്, പിന്നെ ഓംലേറ്റ് ഉള്ളത്. ഓംലേറ്റ് പാർസൽ പോകുന്നുണ്ട് അത്യാവശ്യം? പാർസൽ പോകുന്നുണ്ട്. എല്ലാ ഈ ഓഫീസുകൾക്ക് പിന്നെ അല്ലാതെ സ്വിഗ്ഗി, സൊമാറ്റോ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അല്ലാതെ വന്ന് വാങ്ങി പോകുന്നുണ്ട്. സന്തോഷമല്ലേ? പിന്നെ ഉപ്പല്ല സമയത്ത് തരുന്നൊരു മുട്ടായി ഉണ്ടല്ലോ, ദീപ മുട്ടായിയാണല്ലേ? ദീപ മുട്ടായിയാണ്. താങ്ക് യു. അപ്പോൾ ഖാദർ ഖാൻ്റെ മെസ്സിൻ്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട് കേട്ടോ. ഇതുപോലുള്ള വ്യത്യസ്തമായ കുറഞ്ഞ വിലക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് കടകൾ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണേ. അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.